x2 dot is equal to minus 2x1 minus 3x2 plus 2u and x3 dot is equal to 2x2 minus 3x3. അപ്പം these three equations നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് എന്തെഴുതാം? സ്റ്റേറ്റ് ഇക്വേഷന്റെ ഫോമിൽ എഴുതാം. x1 dot x2 dot x3 dot. ഓക്കെ, ത്രീ ഇക്വേഷൻസ് നമുക്ക് കിട്ടി. അപ്പം x1 dot എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? x3 എന്നാണ്. 0 0 1 that is into x1 x2 x3. okay, this is x1 dot is equal to x3 ആണ്. അടുത്തത് x2 dot എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? minus 2x1 minus 3x2 ഓക്കെ പ്ലസ് യു വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ആദ്യത്തെ കേസിൽ യുവിന്റെ ടൈമില്ല, രണ്ടാമത്തെ കേസിൽ യുവിന്റെ ടൈം ഉണ്ട്, ഇൻറ്റു യു. ഓക്കെ, 2u ആണ്. ഓക്കെ, 2u. ഓക്കെ, 2. അടുത്തത് minus 2x2. അപ്പം x1ന്റെ ടൈമില്ല, 2x2 minus 3x3. ഓക്കെ, ഇതിനും യുവിന്റെ ടൈം ഇല്ല. അപ്പൊ ഇതാണ് നമ്മളുടെ സ്റ്റേറ്റ് ഇക്വേഷൻ ആയിട്ട് നമുക്ക് എഴുതാം. എക്സ് ഡോട്ട് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ബി യു എന്ന് പറയുന്ന ഫോമിലാണ് ഇതുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് ഇക്വേഷൻ ആയിട്ട് നമുക്ക് y ഈക്വൽ ടു x1 എന്ന് എടുക്കാം. അതായത് നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ യു ക്യാൻ സി ഓക്കെ, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് y ആണ്. ഓക്കെ, ഔട്ട്പുട്ട് സൈഡിൽ x1 ആണ് നമ്മളുടെ ഔട്ട്പുട്ട് അല്ലെ. ഇതിന്റെ ഔട്ട്പുട്ട്, ഈ ടോട്ടൽ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ x1 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? y ഈക്വൽ ടു x1 എന്ന് നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ആക്ച്വലി ദ ഔട്ട്പുട്ട് ഇക്വേഷൻ. ഓക്കെ, നമുക്ക് എന്ത് പറയാം? y ഈക്വൽ ടു x1 നെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? y ഈക്വൽ ടു x1. x1 എന്ന് പറയുന്നത് 1 0 0 x1 x2 x3. okay, this is actually the representation of state equation and output equation. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് write the state equation for the system shown in figure in which x1 x2 x3 are constitute the state vectors. അപ്പോൾ സ്റ്റേറ്റ് വെക്ടേഴ്സ് ഏതാണ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമ്മൾ സ്റ്റേറ്റ് ഇക്വേഷനും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന പാർട്ട് എന്ന് പറഞ്ഞത് ഡിറ്റർമൈൻ വെദർ ദ സിസ്റ്റം ഈസ് കംപ്ലീറ്റ്ലി കൺട്രോളബിൾ ആൻഡ് ഒബ്സർവബിൾ. അപ്പം കൺട്രോളബിളും ഒബ്സർവബിളും ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കൊണ്ടുണ്ട്. അപ്പോൾ ഇത് ഈ സ്റ്റേറ്റ് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കൽമാൻസ് ടെസ്റ്റ് വഴി we can able to find out whether this system is എന്താണ് ഒബ്സർവബിൾ ഓർ കൺട്രോളബിൾ. അപ്പം ഒബ്സർവബിളോ കൺട്രോളബിളോ ആകാനുള്ള ടെസ്റ്റ് എന്താണ്? നമ്മൾ ഇതിന്റെ കേസിലും 3 സ്റ്റേറ്റ് വേരിയബിൾസ് ആണ് നമുക്കുള്ളത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ കൺട്രോളബിലിറ്റി ടെസ്റ്റിന്റെ കേസിൽ നമ്മൾ വി ആർ ജസ്റ്റ് മേക്കിംഗ് എങ്ങനെയാണ് നമ്മളുടെ ബി എ ബി എ സ്ക്വയർ ബി അല്ലെ, ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക അപ് ടു എ പവർ n minus 1 b. okay, this is actually our equation. Here in this case, instead of n equal to 3 state variables ആണ്, that is sorry 3 state variables ആണ്, n equal to അപ്പോൾ എന്താണ് 3 ആണ്. therefore n minus 1 എന്ന് പറയുന്നത് 2 ആണ്. therefore we can able to constitute the Kalman's ടെസ്റ്റിലെ composite matrix we can able to make like this. b a b എവിടം വരെയാണ്? a square b വരെ നമുക്ക് ഉണ്ടാക്കാം. qc is equal to a square b. അപ്പം ദിസ് ഈസ് ആക്ച്വലി അവർ ഇക്വേഷൻ. QC എന്ന് പറയുന്നത് ബി എ ബി എ സ്ക്വയർ ബി. ഇത് കിട്ടിയില്ലേ? അപ്പം ബിയും എ ബിയും, ബി എന്ന് പറയുന്നത് ആക്ച്വലി ഏതാണ് ഇതിൽ? എ എക്സ് പ്ലസ് ബി എ എക്സ് പ്ലസ് ബി യു എന്ന് പറയുന്ന ഫോമിലാണ്. ഓക്കെ, ഇതാണ് ബി യു. അപ്പം എക്സ് എന്ന് എ എന്ന് പറയുന്ന ഇതും ബി എന്ന് പറയുന്നത് 0 2 0 ഓക്കെ, അപ്പോൾ നമുക്ക് ബിയും എ ബി മൾട്ടിപ്ലൈ ചെയ്യുക, എ സ്ക്വയർ ബി കണ്ടുപിടിക്കുക, അതിൽ നമുക്ക് കോമ്പോസിറ്റ് മാട്രിക്സ് കിട്ടും. ഓക്കെ, അപ്പം അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എ സ്ക്വയർ എന്ന് പറയുന്നത് എ ഇൻറ്റു എ, ദാറ്റ് ഈസ് യു ക്യാൻ ഗെറ്റ് ദിസ് വാല്യൂ. എ ബി എന്ന് പറയുന്നത് എ ഇൻറ്റു ബി, ദാറ്റ് ഈസ് 0 minus 6 minus 4 കിട്ടും. എ സ്ക്വയർ ബി എന്ന് പറയുന്നത് എ സ്ക്വയർ ഇൻറ്റു ബി, ദാറ്റ് ഈസ് എ ബി ഇൻറ്റു എ ചെയ്താലും മതി കേട്ടോ, എങ്ങനെയായാലും നമുക്ക് കുഴപ്പമില്ല, കിട്ടും. അപ്പം നമുക്ക് 4 18 24 കിട്ടി. അപ്പോൾ ഇതിന് നമുക്ക് കിട്ടിയ എ ബി എന്ന് പറയുന്നത് 0 2 0 ആണ്. എ ബി എന്ന് പറയുന്നത് 0 minus 6 4 ആണ്. എ സ്ക്വയർ ബി എന്ന് പറയുന്നത് 4 18 minus 24 ആണ്. അപ്പം ഇതിന്റെ ഡിറ്റർമിനന്റ് കാണുവാണെങ്കിൽ, ഇഫ് യു ആർ ജസ്റ്റ് ഫൈൻഡിങ് ഔട്ട് ദ determinant, then we can able to get the value of determinant of QC. If you are just looking the QC value, we can get the QC value as we can get the QC value as 32. okay, 32 ആണ് കിട്ടുക. 32 എന്ന് പറഞ്ഞാൽ not equal to 0 ആണ്. therefore we can say this system is completely controllable. okay, clear ആണോ?
കംപ്ലീറ്റ്ലി കൺട്രോളബിൾ. ഇനിയിപ്പോൾ ഒബ്സർവബിലിറ്റി ടെസ്റ്റും ഇതേപോലെ നമുക്ക് ഏത് വെച്ചിട്ട് ചെയ്യാം? കൽമാൻസ് ടെസ്റ്റ് വെച്ചിട്ട് ചെയ്യാം. അതിന്റെ കേസിൽ നമ്മൾ മെട്രിക്സ് എങ്ങനെയാണ് കൺസിഡർ ചെയ്യുക? കോമ്പോസിറ്റ് മെട്രിക്സ് ഫോർ കൽമാൻസ് ടെസ്റ്റ് ദാറ്റ് ഈസ് ഒബ്സർവബിലിറ്റി ക്യൂ നോട്ട് ഈസ് ഈക്വൽ ടു എന്താണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? സി ട്രാൻസ്വേഴ്സ്, എ ട്രാൻസ്വേഴ്സ്, സി ട്രാൻസ്വേഴ്സ്, എ ട്രാൻസ്വേഴ്സ് സ്ക്വയർ, സി ട്രാൻസ്വേഴ്സ്, a up to what? A transverse all power n minus 1 C transverse. Okay, this is actually the n here, n is equal to 3, therefore n minus 1 also, n minus 1 equal to 2. Okay, this is actually the value of q naught. Sorry, n minus 1 is equal to 2. അപ്പം നമുക്ക് നമ്മളുടെ കോമ്പോസിറ്റ് മെട്രിക്സ് എവിടെ വരെ വേണം? C transverse, A transverse, C transverse, ഏത് വരെയാണ്? A transverse square, C transverse. Up to this only we need to consider. അപ്പം C എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. C is equal to 1 0 0 എന്നാണ്. അതിന്റെ ട്രാൻസ്വേഴ്സ് എന്ന് പറഞ്ഞാൽ കോളം മെട്രിക്സ് ആയിട്ട് നമുക്ക് വരും 1 0 0 വരും. A ട്രാൻസ്വേഴ്സ് എന്ന് പറയുന്നത് എയുടെ ട്രാൻസ്വേഴ്സ്, ദാറ്റ് ഈസ് എ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് A ട്രാൻസ്വേഴ്സ് നമുക്ക് ഇങ്ങനെ കിട്ടും. A ട്രാൻസ്വേഴ്സ് സ്ക്വയർ കണ്ടുപിടിക്കാം. അപ്പോൾ A ട്രാൻസ്വേഴ്സ് ഇൻറ്റു C ട്രാൻസ്വേഴ്സ് ഇതാണ് നമുക്ക് 0 1 0 0 1 ആണ്. A transverse square into C transverse എന്ന് പറയുന്നത് 0 2 -3. അപ്പോൾ ഇതിൽ നമുക്ക് we can able to form our composite matrix, that is 1 0 0 0 0 1 0 2 -3. Okay, അപ്പം ഇതിന്റെ ഡിറ്റർമിനന്റ് കാണുവാണെങ്കിൽ we can from that we can able to get the value. If it is not equal to 0, then system is completely observable. Okay, ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ ഡിറ്റർമിനന്റ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് -2 ആണ്. അപ്പം -2 എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0, therefore we can able to say this is actually completely observable with a rank equal to 3. റാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഡർ ആണ്. n റാങ്ക് ഈക്വൽ ടു n എന്ന് പറയുന്നത് ഇവിടെ 3 ആണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ q നോട്ട് ഈസ് ഈക്വൽ ടു 3 എന്ന് എഴുതാം. ദാറ്റ് ഈസ് റാങ്ക് ഈക്വൽ ടു 3. അതായത് എത്ര വേരിയബിൾസ് ഉണ്ടോ അത്രയും നമുക്ക് റാങ്ക് ആണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഈ പ്രോബ്ലം നിങ്ങൾക്ക് ക്ലിയർ ആയോ രാഹുൽ? യെസ് സർ. അപ്പൊ ഇതൊന്ന് നിങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ശ്രദ്ധിക്കുകയാണ്. ഈ ഇമ്പോർട്ടന്റ് ആണ്. ഒബ്സർവബിലിറ്റി ആൻഡ് കൺട്രോളബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് അത്രയും കോൺസെൻട്രേഷനോടെ തന്നെ ചെയ്യുക. ഓക്കെ സർ. ഓക്കെ, ഇനിയിപ്പോൾ ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മളുടെ ഈ മോഡ്യൂളിലെ. അതായത് നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഫ്രം ഒരു സ്റ്റേറ്റ് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മളോട് കാണാൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? ഓർക്കുന്നുണ്ടോ? ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാണാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻ എന്താണ്? സി ഇൻറ്റു എസ് ഐ മൈനസ് എ ഓൾ പവർ -1 ഇൻറ്റു ബി പ്ലസ് ഡി എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്തത്. നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ കറക്റ്റ് ആയിട്ട് ഒരു ബോക്സ് വരച്ചിട്ട് നിങ്ങൾക്ക് അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ നിങ്ങളോട് സ്റ്റാർട്ടിങ് തൊട്ടേ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഈ സ്റ്റേറ്റ് മോഡൽ എന്ന് പറയുന്ന ഈ പർട്ടിക്കുലർ മൊഡ്യൂളിൽ നമ്മൾ മെയിൻ ആയിട്ട് കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത്. അതായത് ഈ മോഡ്യൂളിൽ നമ്മൾ മെയിൻ ആയിട്ട് കാണുന്നത്, നമുക്ക് ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്തത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ വന്നിട്ട് അതിന്റെ സ്റ്റേറ്റ് മോഡൽ കാണാൻ, അതുപോലെ തന്നെ നമ്മളുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ സ്റ്റേറ്റ് മോഡൽ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു റൂട്ടീനിൽ നിന്ന് നമ്മൾ നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു എന്താണ്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ സ്റ്റേറ്റ് മോഡൽ ഉണ്ടാക്കാം നമ്മൾ കണ്ടു. അങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ റിവേഴ്സ് ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. അതായത് ഒരു സ്റ്റേറ്റ് മോഡൽ തന്നാൽ അതിൽ നിന്ന് എങ്ങനെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. അത് ഇക്വേഷൻ അതാണ് സി ഇൻറ്റു എസ് ഐ മൈനസ് എ ഓൾ പവർ -1 ഇൻറ്റു ബി പ്ലസ് ഡി എന്ന നമ്മൾ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതേ ഇക്വേഷൻ ആണ് നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നതിന് പകരം ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആക്ച്വലി എന്താണ്? ട്രാൻസ്ഫർ മെട്രിക്സ്. അതായത് നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്ന് പറയുന്ന ഫോമിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്തത് ഫ്രം സ്റ്റേറ്റ് മോഡൽ. ബട്ട് ഹിയർ വാട്ട് യു ആർ ആക്ച്വലി ഡൂയിങ് മീൻസ് വി ആർ ജസ്റ്റ് മേക്കിംഗ് ദ മെട്രിക്സ് ഓക്കെ ഇൻ ദ ഫോം ഓഫ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്ന് പറയുന്ന ഫോമിൽ നമ്മൾ ഒരു മെട്രിക്സ് ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിച്ചു എന്നതിന് പകരം ഇവിടെ ആക്ച്വലി എന്താണ്? വി ആർ ജസ്റ്റ് മേക്കിംഗ് എ മെട്രിക്സ് ദാറ്റ് ഈസ് ആക്ച്വലി ഇൻ ദ ഫോം ഓഫ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ഫോം. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അപ്പോൾ നിങ്ങൾ ഇത് ഡിഫറൻസ് മനസ്സിലാക്കുക. എന്നോട് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ്. എന്താണ്? ഫൈൻഡ് ദ ട്രാൻസ്ഫർ മെട്രിക്സ് അല്ലെങ്കിൽ ഡിറ്റർമൈൻ ദ ട്രാൻസ്ഫർ മെട്രിക്സ് ഫോർ ദ ഗിവൺ
എന്താണ് സിസ്റ്റം സ്റ്റേറ്റ് മോഡൽ. ഓക്കെ, ഫ്രം ദ ഗിവൺ സ്റ്റേറ്റ് മോഡൽ യു നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ ട്രാൻസ്ഫർ മെട്രിക്സ്. ഓക്കെ, ദാറ്റ് ഈസ് somewhat ദ സെയിം കൺസെപ്റ്റ്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കൺസെപ്റ്റ് തന്നെയാണ്. അതായത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നതും ട്രാൻസ്ഫർ മെട്രിക്സ് കണ്ടുപിടിക്കുന്നതിനും സെയിം ഇക്വേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ബട്ട് വി ആർ ജസ്റ്റ് മേക്കിംഗ് ഹിയർ വാട്ട് യു ആർ ആക്ച്വലി ഡൂയിങ് മീൻസ് വി ആർ ജസ്റ്റ് മേക്കിംഗ് എ മെട്രിക്സ്. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫ്രം സ്റ്റേറ്റ് വേരിയബിൾ റെപ്രസെന്റേഷൻ. അപ്പോൾ സ്റ്റേറ്റ് ഇക്വേഷനോ ഔട്ട്പുട്ട് ഇക്വേഷൻ തന്നാൽ അതിൽ നിന്ന് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നതിന് യൂസ് ചെയ്ത ഇക്വേഷൻ ആണ് ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് അവസാനം കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു. ഓക്കെ, വി ക്യാൻ ഗെറ്റ് ദ ഇക്വേഷൻ ദാറ്റ് ഈസ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ഫോം, ദാറ്റ് ഈസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ബട്ട് ഹിയർ ഇറ്റ് ഈസ് ആക്ച്വലി ദ സെയിം കൺസെപ്റ്റ്, ബട്ട് വാട്ട് യു ആർ ആക്ച്വലി ഡൂയിങ് മീൻസ് വി ആർ ജസ്റ്റ് മേക്കിംഗ് എ മെട്രിക്സ് that is actually in the form of output by input form. Okay, that is actually transfer matrix. Okay, that is the basic difference. അപ്പോൾ അതിന്റെ തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ചോളാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ്, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കിക്കോളാം. ഓക്കെ, ഐ വിൽ ഷോ യു. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫർ മെട്രിക്സ് കാണാനാണ്. ഓക്കെ, ഡിറ്റർമൈൻ ദ ട്രാൻസ്ഫർ മെട്രിക്സ് ഫ്രം ദ സിസ്റ്റം ഗിവൺ ബിലോ, ഡ്രോ ദ ബ്ലോക്ക് ഡയഗ്രാം. ഇവിടെയും സ്റ്റേറ്റ് ഇക്വേഷനും ഔട്ട്പുട്ട് ഇക്വേഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, എന്താണ് x1 ഡോട്ട് x2 ഡോട്ട് ഈക്വൽ ടു 0 മൈനസ് 2 മൈനസ് 5 x1 x2 എന്താണ് ax പ്ലസ് bu, b എന്ന് പറയുന്നത് 1 1 1 1, u എന്ന് പറയുന്നത് u of t. ഓക്കെ, y ഈക്വൽ ടു എന്താണ് cx. അപ്പോൾ c യുടെ വാല്യൂ എക്സിന്റെ വാല്യൂ ഉണ്ട്, d ഇല്ല. ഓക്കെ, ഇവിടെ അപ്പോൾ ഇതാണ് നമ്മളുടെ എന്ത് ഇക്വേഷൻ. അപ്പോൾ ഇതിൽ നമുക്കറിയാം നമ്മളുടെ ട്രാൻസ്ഫർ മെട്രിക്സ് കണ്ടുപിടിക്കാൻ ഉള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ g of s അല്ലെങ്കിൽ y of s by u of s is equal to c into si minus a all power minus 1 into b plus d എന്നാണ്. അപ്പോൾ ഇവിടെ d എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഈ ലാസ്റ്റത്തെ ടേം ഒഴിവായി ബാക്കി എന്താ ഉള്ളത്? c into si minus a all power minus 1 into b എന്നാണ് നമുക്ക് വരിക. ഓക്കെ, ഇതായിരിക്കും നമുക്ക് പിന്നെ കിട്ടുക, d യുടെ വാല്യൂ ഒഴിവായി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് si minus a all power minus 1 ഇമ്പോർട്ടൻ്റ് ആണ്, അത് കണ്ടുപിടിക്കണം. അപ്പോൾ si എന്ന് പറഞ്ഞാൽ ആക്ച്വലി അറിയാം ഐഡന്റിറ്റി മെട്രിക്സ് ഇൻറ്റു എസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എയുടെ വാല്യൂ 2/2 മെട്രിക്സ് ആണ് അല്ലേ. ഇവിടെ നിങ്ങൾ നോക്കുക, എ എന്ന് പറയുന്നത് ഇതാണ്, ബി എന്ന് പറയുന്നത് ഇതാണ്, അതുപോലെ തന്നെ സി എന്ന് പറയുന്നത് ഇതാണ്. അപ്പം എ എന്ന് പറഞ്ഞാൽ 0 മൈനസ് 2 5 ആണ്. അപ്പോൾ ഇവിടെ ആക്ച്വലി എ എന്ന് പറഞ്ഞത് ഒരു 2/2 മെട്രിക്സ് ആണ്. അപ്പോൾ 2/2 മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ എസ് ഐ എന്ന് പറയുന്നതും നമ്മൾ 2/2 മെട്രിക്സ് ആയിരിക്കണം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, എ ബി സി നമ്മൾ കൺസിഡർ ആയിട്ട് എഴുതി. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് എസ് ഐ മൈനസ് എ ആണ് ആദ്യമായിട്ട് കാണാൻ പോകുക. അപ്പം എസ് ഐ മൈനസ് എ എന്ന് പറയുമ്പോൾ വി ക്യാൻ ഏബിൾ ടു റൈറ്റ് എസ് ഐ മൈനസ് എ. അപ്പം എസ് ഐ എന്ന് പറയുന്നത് എന്താണ്? എസ് 0 0 എസ്. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി എസ്. ഐ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, 0 3 മൈനസ് 2 മൈനസ് 5. ഓക്കെ, ഫ്രം ദാറ്റ് വി ക്യാൻ ഏബിൾ ടു ഗെറ്റ് ദ വാല്യൂ ഓഫ് എസ് ഐ മൈനസ് എ, ദാറ്റ് ഈസ് എസ്. എസ് മൈനസ് 0 എസ്, 0 മൈനസ് 3 മൈനസ് 3, 0 മൈനസ് മൈനസ് 2 പ്ലസ് 2. ഓക്കെ, ആൻഡ് എസ് പ്ലസ് 5. ഓക്കെ, ദീസ് ആർ ദ വാല്യൂസ്. അപ്പം എസ് ഐ മൈനസ് എ ഓൾ പവർ മൈനസ് 1 നമുക്ക് കാണാൻ എന്താണ്, ഇത് 2/2 മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ ഇൻവേഴ്സ് കാണുക എന്ന് പറയുന്നത് ഈസിയാണ്. ബിക്കോസ് നമുക്ക് അഡ്ജോയിന്റ് ഓഫ് എസ് ഐ മൈനസ് എ എന്ന് പറയുന്നത് ഈസി ആയിട്ട് ഈ എസ് ഐ മൈനസ് എയിൽ തന്നെ എഴുതാം. എങ്ങനെയാണ് അഡ്ജോയിന്റ് എഴുതുക? അഡ്ജോയിന്റ് ഓഫ് എസ് ഐ മൈനസ് എ എന്ന് പറയുന്നത് ഇത് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യുക അല്ലെ. എസ് പ്ലസ് 5ഉം എസും കൂടെ ഇന്റർചേഞ്ച് ചെയ്യുക. ഇപ്പോൾ എസ് പ്ലസ് 5 ഇവിടെ വരും, ഇവിടെ എസ് വരും. ഇത് രണ്ടിനെയും സൈൻ ചേഞ്ച്, ദാറ്റ് ഈസ് ഇത് പ്ലസ് 3 ആവും, ഇത് മൈനസ് 2 ആവും. ദാറ്റ് ഈസ് അഡ്ജോയിന്റ് ഓഫ് എ. അപ്പോൾ അഡ്ജോയിന്റ് ഓഫ് എസ് ഐ മൈനസ് എ, അപ്പോൾ നമുക്ക് എസ് ഐ മൈനസ് എ ഓൾ പവർ മൈനസ് 1 ആണ് നമുക്ക് വേണ്ടത് അല്ലെ. ദാറ്റ് ഈസ് ആക്ച്വലി ഈക്വൽ ടു അഡ്ജോയിന്റ് ഓഫ് എസ് ഐ മൈനസ് എ ഡിവൈഡഡ് ബൈ determinant of si minus a. Okay, this is actually the basic thing. Okay, adjoint divided by determinant. Okay, adjoint of si minus a divided by determinant of si minus a. അപ്പോൾ determinant of si minus a നമുക്ക് കാണണം. അപ്പോൾ adjoint നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. അപ്പോൾ adjoint of si minus a കണ്ട് determinant of si minus a എന്ന് പറയുന്നത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതെന്താണ്? എസ് സ്ക്വയർ പ്ലസ് എസ് ഇൻറ്റു എസ് പ്ലസ് 5 എന്താണ് പ്ലസ് മൈനസ് 3 ഇൻറ്റു 6 എന്ന് പറയും. അപ്പോൾ അതെന്താ വരിക? എസ് ഇൻറ്റു എസ് പ്ലസ് 5
പ്ലസ് 6 ദാറ്റ് ഈസ് എസ് സ്ക്വയർ പ്ലസ് 5s പ്ലസ് 6 ആയിരിക്കും നമുക്ക് എന്ത് വരിക ഡിറ്റർമിനന്റ് വരിക. അപ്പം അഡ്ജോയിന്റ് ഡിവൈഡ് ബൈ ഡിറ്റർമിനന്റ് ആണ്. അഡ്ജോയിന്റ് നമ്മൾ ഓൾറെഡി കണ്ടു, ഡിറ്റർമിനന്റ് ദിസ് വൺ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് adjoint this is s plus 5 s3 minus 2 plus 5 divided by s square plus 5s plus 5 6. Okay, this is actually si minus a. അപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ അപ്പോൾ s square plus 6 plus 5s plus 5 നെ നമുക്ക് എങ്ങനെ എഴുതാം? s plus 2 into s plus 3 എന്ന് എഴുതല്ലേ? 3 into 6 3 into 2 6 3 plus 2 5. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? വി ക്യാൻ ഏബിൾ ടു ഓരോ ടേമിനെയും കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ we can get the value like this here all times. Okay, s plus 3 minus 2 5 by divided by s plus 3. Okay, ഇങ്ങനെ നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് എന്താ കാണേണ്ടത്? ആക്ച്വലി നമ്മൾ എന്താണ് കാണേണ്ടതെന്ന് വിട്ടുപോകരുത്. നമ്മൾ കാണാൻ പോകുന്നത് എന്താണ്? c ഇൻറ്റു എസ് ഐ മൈനസ് എ ഓൾ പവർ മൈനസ് 1 ഇൻറ്റു ബി ആണ് നമുക്ക് കാണേണ്ടത്. ദാറ്റ് ഈസ് എന്താണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ട്രാൻസ്ഫർ മെട്രിക്സ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എസ് ഐ മൈനസ് എ ഓൾ പവർ മൈനസ് 1 കിട്ടി. ഇനി നമ്മൾ എന്താ കാണുന്നത്? നമുക്ക് ഈ വാല്യൂ, അതായത് സി ഇൻറ്റു ജി ഓഫ് എസ് ഈസ് ഈക്വൽ ടു, ഓക്കെ വി ക്യാൻ ഏബിൾ ടു റൈറ്റ്, ഓക്കെ വി ക്യാൻ ഏബിൾ ടു റൈറ്റ് ജി ഓഫ് എസ് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു എസ് ഐ മൈനസ് എ ഓൾ പവർ മൈനസ് 1 ഇൻറ്റു ബി. അപ്പോൾ ഇവിടെ സിക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? 2110 എന്ന് എഴുതാം. ഓക്കെ, സിക്ക് പകരം 2110. എസ് ഐ മൈനസ് എ ഓൾ പവർ മൈനസ് 1ന് പകരം നമ്മളിപ്പം കണ്ടുപിടിച്ച എസ് ഐ മൈനസ് എ ഓൾ പവർ മൈനസ് 2 വാല്യൂ. അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് 1111 ആണ്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് കിട്ടുന്ന കാര്യമാണ്. ബി ഇത്, സി എന്ന് പറയുന്നത് 2110 എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി കിട്ടിയതാണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ആദ്യം 2 ഇൻറ്റു എസ് പ്ലസ് 5 ഡിവൈഡ് ബൈ എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 3 പ്ലസ് എന്താണ് 1 ഇൻറ്റു, അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 1 ഇൻറ്റു എസ് പ്ലസ് 5 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 പ്ലസ് 3. നമുക്ക് ഇവിടെ വാല്യൂ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും നോക്കുക. ഓക്കെ, ഇവിടെ ഓക്കെ 2 ഇൻറ്റു എസ് പ്ലസ് 5. അപ്പൊ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 2s പ്ലസ് 5 s പ്ലസ് 8 ഡിവൈഡ് ബൈ s പ്ലസ് 3 ഇൻറ്റു s പ്ലസ് 5ഉം s പ്ലസ് 3യും. ഇതിന്റെ കേസിൽ നമുക്ക് എന്താ കിട്ടുക? s പ്ലസ് 6. ഓക്കെ, ആദ്യത്തെ കേസിൽ രണ്ടാമത്തെ വാല്യൂ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തപ്പോൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂസ് നോക്കുക. ഇത് ഇൻറ്റു ഇതാണ് നമ്മളുടെ എന്ത് ജി ഓഫ് എസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ ജി ഓഫ് എസിന്റെ വാല്യൂ നോക്കുവാണെങ്കിൽ വി ക്യാൻ ഗെറ്റ് 3s ഡിവൈഡഡ് ബൈ 14 ഡിവൈഡ് ബൈ എസ് പ്ലസ് 2 ബൈ എസ് പ്ലസ് 3 3s പ്ലസ് 14. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ വാല്യൂ ജി ഓഫ് എസ്. അതായത് നമുക്ക് എന്ത് പറയാം? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്നത് ജി ഓഫ് എസ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ദാറ്റ് ഈസ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ദാറ്റ് ഈസ് ജി ഓഫ് എസ് ബൈ വൈ ഓഫ് എസ് ബൈ യു ഓഫ് എസ് ആണ് ആക്ച്വലി ദിസ് വൺ. ഓക്കെ, അപ്പം വൈ ഓഫ് എസ് ബൈ യു ഓഫ് എസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻപുട്ട്. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? ഈ ജി ഓഫ് എസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ മെട്രിക്സ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വൈ ഓഫ് എസ് അല്ലെങ്കിൽ വൈ ഓഫ് എസ് ഔട്ട്പുട്ട് ഇക്വേഷന്റെ ഒരു ഫോമിലായിരിക്കും. വൈ ഓഫ് എസ് ഈക്വൽ ടു ഇവിടെ ജി ഓഫ് എസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ജി ഓഫ് എസ് ദിസ് ഇസ് ജി ഓഫ് എസിന്റെ മെട്രിക്സ് നമുക്ക് ഓൾറെഡി കിട്ടി ഇൻറ്റു യു ഓഫ് എസ്. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമുക്ക് എഴുതാൻ പറ്റുക. ജി ഓഫ് എസ് ഇൻറ്റു വൈ ഓഫ് എസ് ഈക്വൽ ടു ജി ഓഫ് എസ് ഇൻറ്റു യു ഓഫ് എസ്. അപ്പം യു ഓഫ് എസ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? നമുക്ക് u1 ഓഫ് എസ് u2 ഓഫ് എസ്. ഓക്കെ, അതുപോലെ തന്നെ വൈ ഓഫ് എസിന് പകരം നമുക്ക് y1 ഓഫ് എസ് y2 ഓഫ് എസ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ ജി ഓഫ് എസിന് പകരം ഈ വാല്യൂ നിങ്ങൾ കൊടുക്കുക. ഇതാണ് നമ്മളുടെ നമ്മളുടെ ട്രാൻസ്ഫർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ട്രാൻസ്ഫർ മെട്രിക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആക്ച്വലി ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെഴുതാം? നമുക്ക് കിട്ടിയ വാല്യൂസ്, അതായത് 3s പ്ലസ് 14 s പ്ലസ് 2. അപ്പോൾ ഇവിടെ നമ്മൾ 3s പ്ലസ് 14 ഈ വാല്യൂ എഴുതി u1 പ്ലസ് u2. അപ്പോൾ y1 ഓഫ് എസിന് പകരം നമുക്ക് എന്താണ്? 3s പ്ലസ് 14 ഇൻറ്റു s പ്ലസ് 2 ഇൻറ്റു s പ്ലസ് 4 ഇൻറ്റു u1 ഓഫ് എസ് പ്ലസ്. അപ്പോൾ ഈ ഇക്വേഷനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതുവാണെങ്കിൽ വി ക്യാൻ ഏബിൾ ടു റൈറ്റ് ലൈക്ക് ദിസ് y1 ഓഫ് എസ് ഈക്വൽ ടു y2 ഓഫ് എസ്. അപ്പോൾ ട്രാൻസ്ഫർ മെട്രിക്സ് ഫോമുലേക്ക് നമുക്ക് എഴുതാൻ പറഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്നത്. അതായത് ഇതിനകത്ത് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ആൻഡ് ഡ്രോ ദ ബ്ലോക്ക് ഡയഗ്രം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തത്. നിങ്ങൾ ജസ്റ്റ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിച്ചാൽ മാത്രം ഇവിടെ ഡ്രോ ദ ബ്ലോക്ക് ഡയഗ്രം എന്ന് പറഞ്ഞത് കൊണ്ട്
ഓരോ ഇക്വേഷൻസ് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ച് അത് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ബ്ലോക്ക് ഡയഗ്രം വരയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബ്ലോക്ക് ഡയഗ്രം കൂടി നമ്മൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ y1 ഓഫ് എസിന്റെയും y2 ഓഫ് എസിന്റെയും ഇക്വേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഇക്വേഷൻസിൽ നമ്മൾ ആക്ച്വലി എന്താ ചെയ്യുന്നത്, നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ ആണ് ഇവിടെ ചെയ്യുന്നത്. അതായത് y1 ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്, 3s+14 ഡിവൈഡ് ബൈ s+2 ഇൻറ്റു s+3 ഇൻറ്റു u1 ഓഫ് എസ്. ഓക്കെ, ആദ്യത്തെ u1 ഓഫ് എസ് ഇൻറ്റു ദിസ് വാല്യൂ പ്ലസ് എന്താണ് വരുന്നത് 3s+14 ഡിവൈഡ് ബൈ s+2 ഇൻറ്റു u2 ഓഫ് എസ് പ്ലസ് u2 ഓഫ് എസ്. അപ്പം ഇത് 3s+14 ഇൻറ്റു s+2 ഇൻറ്റു s+3 ഡിവൈഡ് ബൈ എന്താണ് u2 ഓഫ് എസ് ഇൻറ്റു ദിസ് വാല്യൂ. അപ്പൊ ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് നമുക്ക് എന്ത് വരിക, ഇത് രണ്ടും കൂടി ആഡ് ചെയ്താലാണ്, ഓക്കെ, ഇത് തമ്മിൽ ആഡ് ചെയ്താലാണ് എന്ത് വരിക, ഇത് തമ്മിൽ ആഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക, y1 ഓഫ് എസിന്റെ വാല്യൂ നമുക്ക് കിട്ടുക. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി y1 ഓഫ് എസ്, u1 ഓഫ് എസ് ഇൻറ്റു ദിസ് വാല്യൂ, u2 ഓഫ് എസ് ഇൻറ്റു ദിസ് വാല്യൂ, ദാറ്റ് ഈസ് y1 ഓഫ്. ഓക്കെ, y2 ഓഫ് എസ് ഒന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല, ഡയറക്റ്റ് ആയിട്ട് s+8 ഇൻറ്റു s+2 ഇൻറ്റു, അപ്പോൾ അതായത് ഈ വാല്യൂ ഇൻറ്റു u1 ഓഫ് എസ് പ്ലസ് ഈ വാല്യൂ ഇൻറ്റു u2 ഓഫ് എസ്, ദാറ്റ് ഈസ് അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് u1 ഓഫ് എസ് ഇൻറ്റു ദിസ് വാല്യൂ പ്ലസ് u2 ഓഫ് എസ് ഇൻറ്റു ദിസ് വാല്യൂ ഈക്വൽ ടു y2. അപ്പോൾ ഇത് ഈസി ആയിട്ട് നമുക്ക് ബ്ലോക്ക് ഡയഗ്രം വരയ്ക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് ക്ലിയർ ആയോ? ഇത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ക്വസ്റ്റ്യൻസ്, ഈ ടോപ്പിക്ക്, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത്? അതായത് നമ്മൾ ഈ ക്വസ്റ്റിനകത്ത് ആക്ച്വലി എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ നോക്കുക. ട്രാൻസ്ഫർ മെട്രിക്സ് കാണാനാണ്. ട്രാൻസ്ഫർ മെട്രിക്സ് ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു. അതായത് നമ്മൾ ജനറൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ സി ഇൻറ്റു എസ് ഐ മൈനസ് എ ഓൾ പവർ -1 ഇൻറ്റു ബി പ്ലസ് ഡി എന്ന് പറയുന്ന ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ അതിൽ നിന്നാണ് നമ്മൾ എന്ത് കിട്ടിയത്, നമുക്ക് ഏതിന്റെ വാല്യൂ കിട്ടിയത്, ഇതിന്റെ വാല്യൂ നമുക്ക് കിട്ടിയത്. ഓക്കെ, മെട്രിക്സ് ഫോമിലാക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലോക്ക് ഡയഗ്രത്തിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു. ഇത് ക്ലിയർ ആണോ? മാനസേ ഉണ്ടോ? മാനസ്, കുറെ പേര് ഇവിടെ ഇല്ല.